നമസ്കാരം. സുഖമാണല്ലോ അല്ലേ? നമ്മളെല്ലാവരും എന്തിൻ്റെയൊക്കെയോ പിന്നാലെ ഓടുകയാണ്. കാരണം ചോദിച്ചാൽ നമ്മൾ തന്നെ പറയും എനിക്ക് സന്തോഷമായിട്ടിരിക്കണമെന്ന്. പക്ഷെ എന്താണ് ഈ സന്തോഷം? വലിയ വീടും കാറും പണവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം കിട്ടുമോ? നമുക്ക് ഇന്നത്തെ ചർച്ച അതായിരിക്കാം. കുറച്ച് നേരം വർത്താനം പറയാന്നേ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും വലിയൊരു വീട് പണിതാൽ സന്തോഷം വരുമെന്ന്. എന്നാൽ സത്യം അതല്ല. വീടിൻ്റെ മനോഹാരിതയല്ല സന്തോഷം നൽകുന്നത്. ആ വീടിനുള്ളിലുള്ളവരെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കുന്നു എന്നതാണ് പ്രധാനം. സ്നേഹമുള്ള 4 ചുവരുകൾക്കുള്ളിൽ കഴിയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അതുപോലെ തന്നെ വിജയം എന്നത് ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ നേടേണ്ട ഒന്നാണോ? അല്ലല്ലോ. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ സമയം പോകുന്നത് പോലും നിങ്ങൾ അറിയില്ല. അങ്ങനെ സമയം മറന്ന് നിങ്ങൾ ചെയ്യുന്ന ആ ജോലി ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ സന്തോഷം. ലോകം മുഴുവൻ നിങ്ങളെ പുകഴ്ത്താൻ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലടോ. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് പേടിക്കാതിരുന്നാൽ തന്നെ നമ്മുടെ പകുതി സങ്കടങ്ങൾ തീരും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരു സമാധാനം തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ്. ഈ ഒരു അവസ്ഥയാണ് നാം പ്രധാനമായിട്ട് നേടിയെടുക്കേണ്ടത്. എല്ലാത്തിലും ഒന്നാമത് എത്തുന്നതല്ല സന്തോഷം, മറിച്ച് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്താണോ ഉള്ളത് അത് വെച്ച് ഏറ്റവും നല്ലത് ചെയ്യാൻ നോക്കുക. എല്ലാ പ്രശ്നങ്ങളും തീരുമ്പോൾ സന്തോഷിക്കാന്ന് കരുതിയിരിക്കരുത്. പ്രശ്നങ്ങൾക്കിടയിലും ചെറിയ നന്മകൾ കണ്ടെത്താൻ ശീലിക്കുക. ജീവിതത്തിന്റെ വേഗത ഒന്ന് കുറച്ചാൽ ആ കൊച്ചു സന്തോഷങ്ങൾ നമുക്ക് ചുറ്റും തന്നെ കാണാൻ പറ്റും. അതുകൊണ്ട് കൂട്ടുകാരെ, സന്തോഷം തേടി എങ്ങും പോകണ്ട. അത് നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ സ്നേഹത്തിലുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കരുത്. ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നന്ദി. നാളെ കാണാം. വീണ്ടും ഒരു നന്ദി കൂടി ഇരിക്കട്ടെ അല്ലേ?